സ്ത്രീ സൗഹൃദ ഒരു ഓട്ടോറിക്ഷകൾ തലസ്ഥാനത്ത് വരുന്നുണ്ട്. ആ പദ്ധതിയും നടപ്പായിട്ടില്ല. എന്താണ് സ്ത്രീ ഡ്രൈവർമാർക്ക് ഇതിലേക്ക് വരാൻ ബുദ്ധിമുട്ട്? കഴിഞ്ഞ മാസം തന്നെ ഒരു മാസത്തിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഡിസ്ട്രിക്ട് കളക്ടറും പങ്കെടുത്ത 3 മീറ്റിങ്ങുകൾ നടക്കുകയുണ്ടായി. വീണ്ടും അതിനുള്ള ഒരു പാനൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2000-2000 ആട്ടോകൾ ഉടൻ തന്നെ ഈ നഗരത്തിൽ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചാർജിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് 16-17 സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രീപെയ്ഡ് ആട്ടോ കൗണ്ടറുകൾ തുടങ്ങുന്നതിന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നും അവിടുന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ കുറച്ച് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് എങ്ങനെയാണ് സ്ത്രീ വനിതാ ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? കോഴിക്കോട് വനിതാ ഓട്ടോ ഡ്രൈവർമാർക്ക് ബാങ്ക് ലോണൊക്കെ കൊടുത്ത് കുറേ വണ്ടികൾ ഇതിൻ്റെ ആദ്യം കോഴിക്കോടാണ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അടവൊക്കെ തെറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഗത്ത് പോയി ഇപ്പം ഒരു 10ഓളം വനിതാ ഡ്രൈവർമാർ ഇപ്പോഴും ആ വണ്ടിയൊക്കെ പുതുതാക്കി ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തൊഴിലാളികൾക്ക് പ്രത്യേക ഫണ്ടൊന്നും വേണ്ട. ഇപ്പം സർക്കാർ നടപ്പിലാക്കിയ ഒരു ക്ഷേമനിധി ഉണ്ട്. ആ ക്ഷേമനിധി വളരെ ഗുണപ്രദമാണ്. പക്ഷേ അതിനിപ്പോൾ തിരിഞ്ഞു നോക്കാൻ അതിൻ്റെ ബോർഡ് തയ്യാറാവില്ല. രാജുചേട്ടൻ, എ ഓട്ടോ എന്നൊരു സിനിമയാണ് ഒരു പക്ഷേ ഓട്ടോക്കാർക്ക് ഏറ്റവും നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമ. സിനിമയിൽ ഓട്ടോറിക്ഷകൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും വലിയ പ്രാധാന്യം നേടിക്കൊടുത്ത ഒരു സിനിമ കൂടിയാണ് എ ഓട്ടോ. അതിൻ്റെ നിർമ്മാതാവ് കൂടിയായ ശ്രീ മണിയമ്പിള്ള രാജു, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം വെള്ളിത്തിരയിൽ പലതവണ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ മണിയമ്പിള്ള രാജു. നമുക്കൊപ്പം ഓട്ടോക്കാരുമുണ്ട്, നാട്ടുകാരുമുണ്ട്. ഈ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും തമ്മിൽ ചെറിയ വഴക്കും പിണക്കും ഒക്കെ തന്നെയാണ് ഈ സംവാദത്തിൽ വിഷയമാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ എ ഓട്ടോയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടോക്കാരോട് 2 വാക്ക് സംസാരിക്കാം. എന്നെ സംബന്ധിച്ചുള്ള എന്നും പ്രിയപ്പെട്ടവരാണ് ഓട്ടോക്കാർ. ആ സിനിമ കൊണ്ട് മാത്രമല്ല, ആ സിനിമ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അന്ന് വരെ മോഹൻലാൽ ചെയ്യാത്ത എന്തെങ്കിലും പുതിയ വേഷം ചെയ്യണമെന്ന് വെച്ചിട്ടാണ് മോഹൻലാലിനെ ആട്ടോ ഡ്രൈവറായിട്ട് അവതരിപ്പിച്ചത്. നല്ലൊരു ഹീറോ ആയിരുന്നു. ആ ചിത്രത്തിന് ശേഷമാണ് എനിക്ക് അവരുടെ സ്നേഹം കൂടുതൽ മനസ്സിലായത്. ഞാൻ എപ്പോഴും കോഴിക്കോടൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടിരുമ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പെട്ടെന്ന് ഓട്ടോയിലൊക്കെ പോകുന്ന ആളാണ് സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഇവര് എന്റെ പൈസ മേടിക്കുന്നില്ല. രാജു, പൈസ ഒന്നും വേണ്ട, നമ്മളെ കുറിച്ച് നല്ല പടം എടുത്തതല്ലേ, അങ്ങനെ അവർ സ്നേഹം കാണിക്കും. എന്റെ ജീവിതത്തിൽ ഇന്നൊരു ഓട്ടോക്കാരുമായിട്ടൊരു തർക്കം ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ തുടങ്ങിയ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സഹായികളും ഉപകാരികളുമാണ് അവർ. എന്റെ വീട്ടിൽ 2 വണ്ടി ഉണ്ടെങ്കിൽ എന്റെ പൈസ സ്ഥിരം ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും എല്ലാ സ്ഥലത്തും പോകുന്നതും ഇന്ന് ഓട്ടോയിലായിരുന്നു. ഈ തലസ്ഥാനത്തെ ഓട്ടോക്കാർക്ക് കുറച്ച് തലക്കരം കൂടുതലുണ്ടോ? അത് ചുമ്മാ പറയുന്ന കേട്ടാ. അവരൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല, ഒരു എമർജൻസി ഓടി വരുന്ന ആവശ്യത്തിനാണ്. അവരങ്ങനെ ഒന്നും നമ്മളെ പറ്റിക്കാറൊന്നുമില്ല. വളരെ നന്ദി ശ്രീ മണിയമ്പിള്ള രാജു, ഞങ്ങൾക്ക് പറയാൻ പങ്കെടുത്തതിന്. ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവറിൽ നിന്ന് ഇപ്പോൾ ഒരു യാത്രക്കാരനിലേക്ക് മാറി ഒരു താരം എന്നുള്ള രീതിയിലേക്ക് നിൽക്കണം. ഒരു ചെറിയ എന്തെങ്കിലും സജഷൻസ് ഇവരോട് പറയാനുണ്ടോ? ഇപ്പോൾ പറഞ്ഞ പോലെ സ്ത്രീകളും കുട്ടികളൊക്കെ ചെറിയ വഴക്കൊക്കെ അടിക്കുന്നത് ഒരു ചെറിയ സജഷൻസ് ഉണ്ട്. കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഓട്ടോക്കാർ. പിന്നെ നമുക്ക് ഒരിക്കലും ഒരാളെ, ചില അച്ഛനമ്മമാരുടെ ചീത്ത കുട്ടികൾ ഈ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ഇവരുടെ കുറ്റമായി മാറുന്നില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഐറിസ് എന്ന് പറഞ്ഞൊരു പുതിയ ഓട്ടോറിക്ഷയ്ക്ക് പകരം വരുന്നു, 4 ചക്രമുള്ള ഒരു വാഹനം വരുന്നു. എന്നത്തെ ഏറ്റവും പുതിയ വാർത്ത ഇത് സ്റ്റാൻഡിലിടാൻ ഓരോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ യൂണിയനും സമ്മതിക്കുന്നില്ല. ഈ ചെറിയ ഗുണ്ടായിസും ഒക്കെ എല്ലാ യൂണിയനുകൾക്കും നിർബന്ധമാണ്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ 3 വീലറാണ്, അത് 4 വീലറാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മേഡം. അത് ടാക്സിക്ക് കൊടുക്കാം നമുക്ക്. 4 വീലർ എപ്പോഴും ടാക്സിയാണ്. 3 ആളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഓട്ടോറിക്ഷയിലും 10 പേരെ കയറ്റിക്കൊണ്ട് പോകുന്ന ആ ടാക്സി വാഹനത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞങ്ങൾ കോഴിക്കോട് ഈ വാഹനത്തിൽ പല പേരും എഴുതിയിട്ടുണ്ട്. ഓട്ടോ ടാക്സി എഴുതിയിട്ടുണ്ട്, ഷെയർ ടാക്സി എഴുതിയിട്ടുണ്ട്, പിന്നെ വേറെ ഒരു പേരിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള യഥാർത്ഥ പെർമിറ്റ് ആൾ കേരള പെർമിറ്റാണ്. അപ്പോൾ ഈ വാഹനം വരുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ വയറ്റത്തടിക്കുന്ന ഇതാണ്. അതിനെ ശക്തമായി എതിർക്കണം എന്നുള്ളിടത്തോളാണ് നമ്മൾ സംസ്ഥാനത്തെ കോർഡിനേഷൻ കമ്മിറ്റി വരെ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും നാട്ടുകാർക്കെല്ലാം 2 വീലറായി, കാറില്ലാത്തവരുമില്ല. പക്ഷേ ഓട്ടോക്കാരുമായി എത്ര വഴക്കടിച്ചാലും ഈ മുച്ചക്ര വാഹനം ഇപ്പോഴും ഒഴിവാക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ജനകീയ വാഹനം എന്ന ക്രെഡിറ്റ് തൽക്കാലം വേറെ ആർക്കും പോകില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഈ ആശ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.